നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ കുന്നത്തങ്ങാടി എന്ന ഒരു മനോഹരമായ ദേശത്ത്. ഇവിടെ എത്തുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നാച്ചുറൽ പ്രൊഡക്റ്റുകളുടെ നിർമ്മാണ മേഖലയും അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റിങ്ങിലൊക്കെ വളരെ വ്യത്യസ്തമായി തന്നെ നിർമ്മിക്കുകയും അതിൽ വിജയം നേടുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിത്വമുണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു വ്യക്തിത്വം തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് അച്യുത് വേദിക് ആൻഡ് നാച്ചുറൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഒരു സ്ഥാപനം എനിക്ക് തോന്നുന്നു നാച്ചുറൽ പ്രൊഡക്റ്റുകളുടെ ഒരു കലവറ തന്നെയാണ് അച്യുത് വേദിക് ആൻഡ് നാച്ചുറൽ പ്രൈവറ്റ് ലിമിറ്റഡ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടിന് ഒരു പരിഹാരമായിട്ടുണ്ട്. അച്യുത് വേദിക് ആൻഡ് നാച്ചുറൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സംരംഭകയുമായിട്ടുള്ള ശ്രീമതി പുഷ്പവല്ലി മേഡമാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. തീർച്ചയായിട്ടും അച്യുത് വേദിക്കിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ, അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റിംഗ് വിവരണം എല്ലാം നമുക്കൊരു അല്പസമയം പങ്കുവെക്കാം. ലോകമെമ്പാടുമുള്ള ദർശന ടിവിയുടെ വിരുന്ന് പ്രേക്ഷകർക്ക് അദ്ദേഹം ഒരു അല്പസമയം അനുവദിച്ചിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീമതി പുഷ്പവല്ലി മേഡത്തെ. മേഡം നമസ്കാരം. സംരംഭക ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുകയും ആ ഒരു പ്രസ്ഥാനത്തെ വളരെ മികച്ച ഒരു വിജയത്തിലൂടെ അതിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സഹിച്ചു വേണമെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തെ ഈ ഒരു വിജയത്തിലേക്ക് താങ്കൾ എത്തിച്ചത്. തീർച്ചയായിട്ടും അതിന് ആദ്യം തന്നെ താങ്കൾക്ക് അഭിനന്ദനം അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ പേരിൽ ഒരു അഭിനന്ദനം താങ്കൾക്ക് അറിയിക്കുന്നു. ഈ ഒരു മേഖലയിലേക്കുള്ള തുടക്കം എങ്ങനെയാണ് താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? എന്താണ് ഇതിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം? ഞാൻ പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അച്ഛൻ്റെ പേര് അച്യുതൻ ആചാര്യ. കളരിഗുരുക്ക്, സിദ്ധവൈദ്യ, മർമ്മ ചികിത്സ, യോഗാചാര്യ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 18 വർഷത്തോളമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മളൊരു 8ഓളം സർജറികൾ വേണ്ട അസുഖങ്ങൾ മാത്രമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അലർജിക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അത് 2010 മുതൽ ബിസിനസ് രംഗത്തുണ്ട്. 2010 അപ്പോൾ ബിസിനസ് രംഗത്തുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കിയിരുന്ന അലർജിക്ക് ആദ്യം ഈ ശ്വാസം മുട്ടൽ, തുമ്മൽ, രാവിലെ എണീക്കുമ്പോൾ ഒരുപാട് തുമ്മൽ, സൈനസൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി ഒരു ഓയിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ഓയിൽ അലർജിക്കെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു. ഈ ഡൈയുടെ, കെമിക്കൽ ഡൈയുടെ അലർജിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എൻ്റെ അടുത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥയ്ക്ക് എനിക്ക് അവർക്കുള്ള മരുന്ന് കൊടുക്കാൻ അറിയില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവണ്ട. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ഡൈയാണിത്, ഹെയർ ഡൈ. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. കാരണം മറ്റുള്ള കെമിക്കലുകൾ ഒന്നും ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ കെമിക്കലുകൾ ഏത് രീതിയിലുള്ള ടെസ്റ്റിനും തയ്യാറായിട്ടാണ് താങ്കൾ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയത്. അതെ, നമ്മൾ പറയുന്നുണ്ട് 9 വർഷത്തോളമായി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പറയുന്നൊരു ചലഞ്ചാണ് എല്ലാവർക്കും, എല്ലായിടത്തും നമ്മൾ പറയുന്നുണ്ട്, ഏത് കസ്റ്റമർക്കും നമ്മുടെ ഏത് പ്രോഡക്റ്റും ഏത് ബാച്ചിൽ നിന്ന് വേണമെങ്കിലും കെമിക്കൽ ടെസ്റ്റ് ചെയ്യാം. അതെ, നമ്മൾ ചെയ്ത് ഓരോ ബാച്ചിലും നമ്മൾ ഇറക്കുമ്പോൾ അത് ചെയ്യുന്നുണ്ട്. ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുണ്ട് നമ്മുടെ കയ്യിൽ. എല്ലാം ചെയ്തിട്ട് തന്നെയാണ്. അങ്ങനെ ആ ഒരു ഉറപ്പോട് കൂടി തന്നെയാണ് നമ്മൾ ഇതുവരെയും ചെയ്തത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കെമിക്കലുകൾ ചെയ്തില്ല നമ്മൾ ഒരു പ്രോഡക്റ്റിലും. അതെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും എന്തൊക്കെ തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ അച്യുത് വേദിക് ആൻഡ് നാച്ചുറൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് ഇപ്പോൾ പോകുന്നത്? നമുക്ക് മെയിനായിട്ട് ഹെയർ ഡൈ ആണ്. ഹെയർ ഡൈ ഉണ്ട്. ഹെയർ ഡൈ മെയിലിനും ഫീമെയിലും. നമ്മുടെ പ്രോഡക്റ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഇതുവരെയും ഒരു 10 ഗ്രാം, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നു ഞങ്ങൾക്ക് ഇതുവരെ ഉപയോഗിച്ച 1 സ്പൂൺ മതി, 2 സ്പൂൺ മതി, തലമുടി മുഴുവൻ ആവുമെന്ന് പറയും. നമ്മുടെ പ്രോഡക്റ്റിന് അങ്ങനൊരു കാര്യം പറ്റില്ല.
നമ്മൾ കൃത്യമായിട്ടൊരു അളവ് പറയുന്നുണ്ട്. 100 ഗ്രാം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഇത്. ലേഡീസിന് 100 ഗ്രാമും ജെൻസിന് 30 ഗ്രാം അങ്ങനെ കണക്ക് വെച്ചിരുന്നു. ആ ഒരു കണക്കായതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ആയിട്ട് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ താരനുള്ളത്, പിന്നെ അലർജിക്കുള്ള ഓയിലുണ്ട്, ബേബി ഓയിലുണ്ട്, പെറ്റ്സ് പൂച്ചകൾക്കും നായകൾക്കുമൊക്കെ സ്കിൻ ഡിസീസ് വരുമ്പോൾ അതിനുപയോഗിക്കാനുള്ളൊരു ഓയിലുണ്ട്. അതുപോലെ ഹെയർ ഓയിൽ, അങ്ങനെ ഫേസ് പാക്ക്, പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു 1000-10,000 ഒന്നും അല്ല നമ്മുടെ കസ്റ്റമേഴ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് മേലെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് മേലെ അല്ല, ലക്ഷത്തിന് മേലെ ഉണ്ടാവും. കാരണം ഒരു 8-9 വർഷമായിട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യത്തെ 1 തവണ 2 തവണ 3 തവണയൊക്കെ ആവും മിക്ക ആൾക്കാർക്കും ഇതൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അളവ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവർ കാണുമ്പോൾ ചിന്തിക്കും 100 ഗ്രാം എൻ്റെ തലമുടിക്ക് ഇത്രയും വേണ്ടല്ലോ, അത്രയും, അങ്ങനെ ഒരു ചിന്ത പൊതുവേ നമ്മുടെ കസ്റ്റമേഴ്സിനുണ്ട്. അപ്പോൾ അതെന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിന് പ്രത്യേകതയാണത്. ഒരു 100 ഗ്രാം ലേഡീസിന് എന്ന് പറയുന്നത് അവരൊരു കുറഞ്ഞ അളവാണ്. കാരണം ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഡൈ കണ്ടൻറ്റ് വളരെ കുറവ്. നമ്മൾ എക്സ്ട്രാ ചേർത്ത് PPDയോ അമോണിയോ ഒന്നും ചേർത്തിട്ടല്ല. പച്ചിലകളിൽ, അതായത് കറുപ്പ് നൽകാൻ കഴിവുള്ള പച്ചില മരുന്നുകളെ മാത്രം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ഉൽപ്പന്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അളവെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ഈ പൗഡറിൻ്റെ അളവും ഇതിൽ ചേർക്കാനുള്ള ബേസ്, കഞ്ഞിവെള്ളം ചേർക്കാം, മാവില ജ്യൂസ് ചേർക്കാം, പനിക്കൂർക്കയില ജ്യൂസ് ഉണ്ടാക്കാം, അലോവേര ജ്യൂസ് എടുക്കാം, നെല്ലിക്ക ജ്യൂസ് എടുക്കാം. ഏതെടുത്താലും ഏത് കസ്റ്റമർക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം ഇതിൻ്റെ കൂടെ ചേർക്കാം. പക്ഷേ ഇതിനൊരു അളവുണ്ട്. സ്ത്രീകൾക്കുള്ള 100 ഗ്രാമിന് 400 മില്ലി ആയിരിക്കണം. ഇതിലേതെടുത്താലും 400 മില്ലി എന്നുള്ളൊരു കണക്കുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും ചിലർ പറയും നമുക്ക് എനിക്ക് കുറച്ച് നരയുള്ളൂ, അവിടെ നരച്ച് വരുന്നുള്ളൂ, അങ്ങനെ പറയും. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിന് ഉപയോഗിക്കാൻ പറ്റില്ല. ആദ്യത്തെ ഒരു 2-3 തവണ നമ്മൾ പറയുന്ന കണക്ക് കൃത്യമായിട്ട് പാലിക്കണം. പുരുഷന്മാർക്കാണെങ്കിൽ തലമുടിക്ക് മാത്രമായിട്ട്, സാധാരണ മുടിയുള്ള പുരുഷന്മാർക്ക് 30 ഗ്രാം പൗഡർ, അതിൽ 150 മില്ലി ആയിരിക്കണം ഈ പറയുന്ന ഏത് ബേസ് ആണെങ്കിലും ചേർക്കേണ്ടത്. അത് ചേർത്ത് വേണം മിക്സ് ചെയ്താൽ 1 സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം തന്നെ തലയിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ഇതല്പം ലൂസാക്കി എടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ലൂസാക്കി ഉപയോഗിച്ച് വരുമ്പോൾ ഇത് കട്ടിയാവും. ആ കട്ടിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ അയവിൽ പറയുന്നത്. അപ്പോൾ ഉപയോഗിച്ച് വരുമ്പോഴേക്കും പാകത്തിനുള്ള രീതിയിലെത്തിയിരിക്കും. ലാസ്റ്റ് ഇടുമ്പോഴും ആ ഒരു കണക്കിൽ കിട്ടും. അതാണ് നമ്മൾ ഇത്തിരി കൂടുതൽ പറഞ്ഞിട്ട് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുക കയ്യിലും നഖത്തിലൊക്കെ പുരളും, പക്ഷേ സ്കിന്നിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്ര ലൂസായാലും അതിൽ പ്രശ്നം വരില്ല എന്ന് എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം. പിന്നെ നമ്മുടെ ഡൈ ഉപയോഗിക്കുമ്പോൾ സ്കിന്നിലാവില്ല എന്ന് പറയുന്നത്, ഇത് 1 മണിക്കൂർ നേരമാണ് തലയിലിട്ടിരിക്കേണ്ടത്. 1 മണിക്കൂർ നേരം കൃത്യമായിട്ട് തലയിലിട്ടിരിക്കണം. ഒരു 24 മണിക്കൂറിന് ശേഷം തലയിൽ ഏതെങ്കിലും അവർ ഉപയോഗിക്കുന്ന ആ എണ്ണ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഷാമ്പു ഇട്ട് കഴുകാം. അത് ലൈറ്റായിട്ടുള്ള ഷാമ്പു ആയിരിക്കണം. നമുക്ക് തന്നെ പ്രോഡക്റ്റ് ഉണ്ട്. നമ്മളിനി അടുത്ത് ഇവരുടെ ഈ ചില ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കളർ വ്യത്യാസം കാണുന്നുണ്ട്. തലമുടിക്ക് ഡൈ ഇട്ട് എണ്ണ വെച്ചിട്ട് ഷാമ്പു ഇടുമ്പോൾ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇനി താളിപ്പൊടി, അടുത്ത ആഴ്ചയിൽ താളിപ്പൊടിയും കൂടെ ഇറക്കാനുള്ളൊരിത്, ഈ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞ് എണ്ണ വെച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ താളിപ്പൊടിയും കൂടെ നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ ഷാമ്പു ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കളർ വ്യത്യാസം അങ്ങനെയുള്ള പ്രശ്നം മാറുന്നതാണ്. പിന്നെ ഉള്ളത് പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നത്, ക്ലോറിനൊക്കെ കലർന്ന വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൽ ഒരു പിങ്ക് അങ്ങനെ ഒരു കളർ ചേഞ്ച് കാണുന്നുണ്ട്. അല്ല എങ്കിൽ 100% നാച്ചുറലായിട്ടുള്ള കറുപ്പ് നിറം തന്നെയാണ് കിട്ടുക. ഈ ഒരു കളർ വ്യത്യാസം അത് വെള്ളത്തിൽ തന്നെയുള്ള എന്തോ ഒരു കണ്ടൻറ്റ് നമ്മുടെ പ്രോഡക്റ്റുമായിട്ടൊരു പ്രതിപ്രവർത്തനം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കും അറിയില്ല. ഒരുപാട് വർഷമായിട്ട് നമ്മൾ ഈ കംപ്ലയിൻറ്റ് പറയുന്നവരോട് പറയുന്നുണ്ട്, വെള്ളമൊന്നും തരൂ, ഒരു ലാബ് ടെസ്റ്റ് ഞാൻ നടത്തി നോക്കാം ഏത് കണ്ടൻറ്റാണെന്ന് അറിയാൻ വേണ്ടി. ആരും ഇതുവരെ എനിക്കത് തന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കൃത്യമായിട്ടും കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കറ്റാർവാഴ നീര്, നെല്ലിക്ക നീര് എന്നൊക്കെ അതൊക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു? അത് കഞ്ഞിവെള്ളം ഇപ്പോൾ എല്ലാവർക്കും, മലയാളികളാണെങ്കിൽ ഇത്തിരി ചോറ് കഴിക്കാത്തവരുണ്ടാവില്ല. അപ്പോൾ കഞ്ഞി വെക്കുമ്പോൾ ഏറ്റവും എളുപ്പമാണ് കിട്ടാനായിട്ട്, നിസ്സാരമാണ്, ചിലവില്ല, കഞ്ഞിവെള്ളം എടുക്കാം. പിന്നെ അലോവേര ജ്യൂസ് ആണെങ്കിൽ തലയിൽ താരനുള്ളവർക്ക് മുടിപ്പൊഴിച്ചിൽ, ബാഹ്യമായ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന മുടിപ്പൊഴിച്ചിൽ, നമ്മുടെ ഡൈ അലോവേര ജ്യൂസിലാണ് ഇടുന്നതെങ്കിൽ അതിന് ശമനം ഉണ്ടാവുന്നതാണ്. അതുപോലെ നെല്ലിക്കാനീര്, ഉറക്കക്കുറവ്, തലയ്ക്ക് ചൂട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ നെല്ലിക്കാനീരിലാണെങ്കിൽ കുറച്ചുകൂടെ തലയ്ക്ക് നല്ല ഒരു തണുപ്പ് കിട്ടും, നല്ല ഉറക്കം കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് നെല്ലിക്കാനീര് ഉപയോഗിക്കാൻ പറയുന്നത്. പിന്നെ മാവല പ്രത്യേകിച്ച് സ്ത്രീകൾക്കായിരിക്കും കുറച്ചുകൂടി എളുപ്പം. എന്താണെന്ന് വെച്ചാൽ മാവല ജ്യൂസാണ് നീളമുള്ള മുടിയൊക്കെ ആകുമ്പോൾ നല്ല
ഒഴുകി കിടക്കുന്ന പോലെയൊക്കെ കണ്ടീഷണർ ഇട്ടത് പോലെയൊക്കെ ഒരവസ്ഥയിൽ കിടക്കും. തലയ്ക്ക് നീരിറക്കോ പതിവായിട്ട് തണുപ്പ് പറ്റാത്തവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പനിക്കൂർക്കയില എടുത്ത് മിക്സിയിൽ അരച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. എല്ലാവരും ചോദിക്കും ഉണക്ക നെല്ലിക്ക പിഴിഞ്ഞ് വെള്ളം എടുത്താൽ പോരെ, തിളപ്പിച്ച് വെള്ളം എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നെല്ലിക്ക നീരിന്. അങ്ങനെയല്ല, നമ്മൾ പറയുന്ന എല്ലാം ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പച്ച നെല്ലിക്ക എടുക്കുക, അതിൻ്റെ കുരു കളഞ്ഞ് മിക്സിയിൽ അരച്ച് പിഴിഞ്ഞെടുക്കണം, വെള്ളം ചേർത്തല്ല, അല്ലാതെ തന്നെ എടുക്കുക. അതുപോലെ അലോവേര എടുക്കുന്നത് അലോവേര ഫ്രഷ് ആയിട്ടുള്ള ഇല കട്ട് ചെയ്ത് അതിൻ്റെ ഒരു മഞ്ഞ നിറമുള്ള സെറമുണ്ട്, അത് കംപ്ലീറ്റ് പോകണം. ചിലർ ഈർക്കിൽ കുത്തി വയ്ക്കും, ചിലർ കട്ട് ചെയ്ത് വയ്ക്കും. എങ്ങനെയായാലും ഈ ഒരു മഞ്ഞ നിറമുള്ള വെള്ളം പോകണം. അത് നല്ല വിഷാംശം ഉള്ളതാണ്, അത് ചൊറിച്ചിൽ പൊട്ടലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് മുഴുവൻ പോയതിന് ശേഷം ആ പച്ചത്തോലി മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ള ജെല്ലെടുക്കുക. ആ ജെല്ലെടുത്തിട്ട് അത് വെറുതെ ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകാം. വെറുതെ ടാപ്പിൻ്റെ അടിയിൽ പിടിച്ചാൽ മതി. ആ കൊഴുത്ത വെള്ളവും ചിലർക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണത് പറയുന്നത്. ശേഷമുള്ള ആ ജെല്ല് മാത്രം മിക്സിയിൽ അരച്ച് പത പോയതിന് ശേഷം മാത്രം അളന്നെടുക്കുക, അല്ലെങ്കിൽ അളവ് തെറ്റും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ത്രീകൾക്കുള്ള പ്രോഡക്റ്റ്. ഇതിൽ 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണുള്ളത്. 100 ഗ്രാമാണ് ടോട്ടൽ. ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇതിലുള്ള 2 പാക്കറ്റും കൃത്യമായിട്ട് 100 ഗ്രാം പൗഡർ, 400 മില്ലി എന്താണോ കഞ്ഞിവെള്ളമോ അലോവേര ജ്യൂസോ നെല്ലിക്ക ജ്യൂസോ എന്ത് വേണേലും ചേർത്തോളൂ. പക്ഷേ പൗഡറിൻ്റെ അളവ് ഈ 100 ഗ്രാം തന്നെ ആയിരിക്കണം. ഇതങ്ങനെ നമ്മൾ നിർബന്ധമായിട്ട് പറയുന്നത് നിങ്ങളുടെ തലമുടിയിൽ ഇതുവരെ മറ്റ് ഡൈകൾ ഉപയോഗിച്ചോ ഹെന്ന ചെയ്തോ ഒക്കെ മുടി ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതും കൂടെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 100 ഗ്രാമും എടുക്കാൻ പറയുന്നത്. നല്ലതായിട്ട് തിക്കായിട്ട് മുടിയുള്ളവർക്ക് വേണമെങ്കിൽ 1-2 ബോക്സ് തന്നെ എടുത്ത് ഈ പറഞ്ഞ രീതിയിൽ വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നല്ല റിസൾട്ട്, 100% തന്നെ കറുപ്പ്, നാച്ചുറൽ കറുപ്പ് തന്നെ കിട്ടും. ഇത് പുരുഷന്മാർക്കുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഒറ്റ പ്രോഡക്റ്റ് തന്നെയാണ്, പക്ഷേ ഇത് രണ്ടും 2 അളവിലായതുകൊണ്ടാണ്, അളവ് മാറിയാൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ 2 പാക്കിംഗ് ആയിട്ട് ചെയ്യുന്നത്. ഇത് പുരുഷന്മാർക്കുള്ളത്. ഇതിൽ 30 ഗ്രാമിൻ്റെ 3 പാക്കറ്റായിട്ടാണുള്ളത്. അതിലൊരു പാക്കറ്റ്. ഇപ്പോൾ ചോദിക്കും ഞങ്ങൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പൊട്ടിച്ച് എയർ ടൈറ്റ് ആയിട്ട് വെച്ചാൽ മതി. ഇത് 3 സാഷയായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടിച്ച് വെക്കുക എന്നുള്ളൊരു കാര്യം വരാറില്ല. പക്ഷേ മീശയ്ക്കൊക്കെ എടുക്കുമ്പോൾ, പുരുഷന്മാർക്ക് മീശയ്ക്ക് എടുക്കുമ്പോൾ ഈ ഒരു പാക്കറ്റ് എടുക്കുക. 30 ഗ്രാമിൻ്റെ ഒരു ബോക്സ് ഒരു പാക്കറ്റ് എടുത്തിട്ട് അതിൽ നിന്നൊരു 1/3 ഒരു 10 ഗ്രാം എടുക്കുക. അതിനനുസരിച്ചുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കഞ്ഞിവെള്ളം എന്താണോ അത് ചേർത്ത് മിക്സ് ചെയ്ത് ഇടുന്നത് മീശയുടെ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് തന്നെ മേലേക്ക് കൊടുക്കണം. ആദ്യം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് അത് ഇറങ്ങില്ല. ഇത് കെമിക്കൽ ഡൈ പോലെ സ്പ്രെഡ് ആവുന്നൊരു ഉൽപ്പന്നമല്ല. അതുകൊണ്ട് തന്നെ താഴേന്ന് മസാജ് ചെയ്ത് കൃത്യമായിട്ട് ആ മീശയിൽ കൊടുക്കുക. ഒരു തവണ ചെയ്തതിന് ശേഷം ചിലർക്കത് പിടിക്കില്ല, അപ്പോൾ 2-3 തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഒരു ദിവസമായിട്ടല്ല, ഒരു 2-3 ദിവസമായിട്ട്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ചെയ്തു, ഇന്ന് വൈകിട്ട് ചെയ്യാം, പിറ്റേന്ന് രാവിലെ ചെയ്യാം. എപ്പോൾ ചെയ്യുമ്പോഴും ഈ ആദ്യത്തെ 10 ഗ്രാമിന് 50 മില്ലി കഞ്ഞിവെള്ളം എന്നുള്ള രീതിയിൽ ചേർത്ത് അതേ ആ ഒരു ലൂസായ അവസ്ഥയിൽ വേണം ഉപയോഗിക്കാൻ. അത് മാത്രം ശ്രദ്ധിക്കാൻ മതി. ഓക്കെ മാഡം, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ആകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഒരു ബ്ലാക്ക് ആയിട്ട് സ്കിന്നിൽ ഇത് കിടക്കുമോ? ഇല്ല, സ്കിന്നിലാവില്ല. നേരത്തെ തന്നെ പറഞ്ഞു, കൈ വെള്ളയിലാവും, നഖത്തേലാവും. അല്ല, സ്കിന്നിൽ ഇത് പിടിക്കില്ല. തലയൂട്ടിലോ അല്ലെ മുഖത്തോ ഇങ്ങനൊന്നും ഉണ്ടാവില്ല. വസ്ത്രങ്ങളിലായാലും കഴുകിക്കളഞ്ഞാൽ അത് കിട്ടുള്ളൂ, കറ പിടിക്കുകയില്ല. അടുത്തത് ഡ്രൈ ഷാമ്പു താരനുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ സോറിയാസ് ആയിട്ട് തലയിൽ പറ്റിയൊക്കെ ഉള്ളവർക്ക് 1 മാസത്തോളം ഇത് അടുപ്പിച്ച് ഉപയോഗിച്ചാൽ 1 മാസം കൊണ്ട് തല നല്ല ക്ലിയർ ആയി കിട്ടും. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്, നാച്ചുറൽ ഡ്രൈ ഷാമ്പു. ഡ്രൈ ഷാമ്പു എന്ന് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്, ഡ്രൈ എന്ന് പറയുന്ന ഷാമ്പു എന്ന് പറയുന്നത് തലമുടി കഴുകാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇത് പൗഡറാണ് സാധനം. ഇത് 100 ഗ്രാമാണ് ഒരു ബോക്സിലുള്ളത്. ഇത് താരനുള്ളവർക്ക് ഒരാഴ്ചയിൽ 3 തവണ, ആ ഒരു 3 തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ തലയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അതേപോലെ സോറിയാസൊക്കെ ആയിട്ട് തലയിൽ നിറയെ പൊറ്റയായിട്ടൊക്കെ നടക്കുന്നവർക്ക് 1 മാസം എല്ലാ ദിവസവും ഇത് ഉപയോഗിച്ചാൽ, കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ തലകൂട്ടി നല്ല വൃത്തിയാവും. തല കംപ്ലീറ്റ് ഈ പൊറ്റ മുഴുവൻ പോയിട്ട് നല്ല വൃത്തിയാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഡൈ ഉപയോഗിക്കുന്നതിന് മുൻപ് പലരും പറയുന്നുണ്ട്, ഞാൻ 2-3 മാസം ഉപയോഗിച്ചിട്ട് കെമിക്കൽ ഡൈ ഉപയോഗിച്ച് എനിക്ക് അലർജിയാണ്, അത് ഇനി ഉണ്ടാകുമെന്നൊക്കെ പേടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഹെയർ ഓയിലുണ്ട്, ആ ഓയിലും വെച്ച് ഈ ഷാമ്പു ഇട്ടിട്ട് 3-4 തവണ തല നന്നായിട്ട് കഴുകിയതിന് ശേഷം, ഒരു ദിവസമല്ല, അതൊരാഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഡൈ ഉപയോഗിക്കുന്നതെങ്കിൽ അലർജി പ്രശ്നങ്ങൾ പൊതുവെ ഉണ്ടാകുകയില്ല. ഒരു 3 മാസത്തിനിപ്പുറം അലർജി ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമാണത്. അല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ ഡൈ ഇടുന്നതിന് മുൻപായിട്ട് തല വൃത്തിയാക്കാൻ ഈ ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത പ്രോഡക്റ്റാണ് ഫേസ് പാക്ക്. ഇത് നമുക്കിപ്പോൾ സോപ്പിന് അല്ലെ ഫേസ് വാഷിന് പകരം ഉപയോഗിക്കാവുന്നൊരു സാധനമാണ്. ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അത് തക്കാളി നീരിലോ തൈരിലോ
തേങ്ങാപ്പാലിലും ഒക്കെ. അതും ഏതും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എല്ലാം പ്രത്യേകത കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള സാധനം ചേർത്ത് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഈ തക്കാളി നീരാണെങ്കിൽ പച്ചവെള്ളം കൊണ്ട് കഴുകണം, ഉണങ്ങുന്ന വരെ ഇട്ടാൽ മതി. പുറത്തൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആകാൻ പെട്ടെന്ന് നമ്മൾ ഫേസ് വാഷാണ് ഉപയോഗിക്കുക. അതിന് പകരം ഈ പൊടി എടുത്ത് വെറുതെ പച്ചവെള്ളം കൊണ്ട് സോപ്പിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പലർക്കും ഡൈ ഉപയോഗിച്ചിട്ട് മുഖം കറുപ്പാണെന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഫേസ് പാക്ക് കൂടെ ഉപയോഗിക്കാൻ. ഇതും നാച്ചുറൽ തന്നെ. നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളുടെയും പ്രത്യേകത നാച്ചുറൽ ആണെന്നുള്ളതാണ്. ഇതും അങ്ങനെ തന്നെയാണ്, 100% നാച്ചുറലാണ്. പക്ഷേ ഒറ്റ വാഷിൽ തന്നെ ഒരു തവണ നിങ്ങൾ മുഖത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഇനി കരിവാളിപ്പ് കരിമംഗല്യമൊക്കെ ഉള്ളവർക്ക് തേങ്ങാപ്പാലിൽ ഇതിട്ട് പതിവായിട്ട് മുഖത്തിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ റിസൾട്ട് ഉണ്ടാവും. ഇത് ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കുമ്പോൾ വെളുപ്പിച്ച് തരാമെന്ന് പറയുന്നില്ല. നമ്മൾ വെളുക്കും എന്നൊരു വാക്ക് നമുക്കില്ല. നിങ്ങളുടെ മുഖത്തുള്ള കരിവാളിപ്പോ അല്ലെങ്കിൽ കറുത്ത പാടുകളോ ഒക്കെ മാറി ആ ഒറിജിനൽ സ്കിൻ എന്താണോ അതാക്കി തരുന്നു മാത്രമേ ഉള്ളൂ. മാഡം, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മുടെ ലോകമെമ്പാടും നമ്മുടെ പ്രേക്ഷകരുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ലോകത്തെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ നമ്മളുടെ ഏറ്റവും അധികം വ്യൂവേഴ്സ് ഉള്ള ഒരു പ്രോഗ്രാം കൂടിയാണിത്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ കയ്യിൽ നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആവശ്യമായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവരുടെ കൈകളിലേക്ക് എത്തുന്നത്? അതിന് ഏതൊക്കെ തരത്തിലുള്ള മാർഗങ്ങളാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ നേരിട്ട് വാങ്ങേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെ നമ്മൾ കുന്നത്തങ്ങാടി തന്നെ ഒരു ഔട്ട്ലെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അയച്ചു കൊടുക്കും, ഓൺലൈനാണ്. DTDC കൊറിയറുമായിട്ടാണ് നമ്മൾ ടൈപ്പ് ആയിരിക്കുന്നത്. DTDC ബ്രാഞ്ച് എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കെല്ലാം നമുക്ക് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കാൻ കഴിയും. പിന്നെ പുറത്തു നിന്നുള്ളവർക്ക്, പുറം രാജ്യങ്ങളിലുള്ളവരെല്ലാം കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രോഡക്റ്റ് അവരുടെ ആരെങ്കിലും പരിചയക്കാർ നാട്ടിൽ വരികയോ അല്ലെങ്കിൽ അവർ തന്നെ നാട്ടിൽ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു വർഷത്തേനൊക്കെ ഉള്ളത് ഒന്നിച്ച് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്യുക. നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും നമുക്ക് വാട്സാപ്പ് ചെയ്യണം. ആ വാട്സാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതാത് ദിവസങ്ങളിൽ തന്നെ DTDC കൊറിയർ വഴി നമ്മളിത് അയച്ചു കൊടുക്കുന്നതാണ്. മാഡം, അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോൾ നമ്മുടെ ഇതിനെ ഒരു ബ്രാൻഡ് വാല്യൂവിലേക്ക് എത്തിച്ച പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി മറ്റുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് പിന്നെ താങ്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മാർക്കറ്റിലേക്ക് നയിക്കുന്നത്? നമുക്ക് ഹെയർ ഓയിലുണ്ട്, ബേബി ഓയിലുണ്ട്, അതുപോലെ ആണി രോഗത്തിനുള്ള ഒരു ഓയിലുണ്ട്, അതുപോലെ പെറ്റ്സിനുള്ള ഓയിൽ. അങ്ങനെ 4 തരത്തിലുള്ള ഓയിലുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെയർ ഓയിൽ അലർജി, തുമ്മൽ അതിനുള്ളവർക്ക് ആവശ്യത്തിനുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രാ റിസൾട്ട് എന്ന് പറയുന്നതാണ് നമുക്ക് തലമുടി പൊഴിച്ചിൽ മാറും, തലമുടി സ്പീഡിൽ വളരും. പിന്നെ നമ്മുടെ ഡൈ ഉപയോഗിക്കുന്നവർക്ക് നമ്മളെ തന്നെ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല കറുപ്പ് നിറം തന്നെ നീണ്ടു നിൽക്കും. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മളുടെ ഡൈ ഉപയോഗിച്ച് നമ്മുടെ ഓയിലുകൾ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അതിനൊരു ക്വാളിറ്റി നിലനിർത്താൻ സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ബേബി ഓയിൽ എന്നൊരു ബേബി ഓയിൽ നമ്മുടെ പ്രൊഡക്റ്റാണ് ബേബി ഓയിൽ. അത് കുട്ടികൾക്ക് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അത് കുട്ടികൾക്ക് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു ജനിച്ച് വീണ ഒരു കുഞ്ഞിന് മുതൽ ഒരു 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി മേലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇതുപോലെ അത്ര എഫക്റ്റ് ആവില്ല എന്ന് മാത്രം. കുറച്ചുകൂടി സമയമെടുക്കും. കാരണം നമ്മളിത് ഏറ്റവും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എല്ലാം കെമിക്കൽ തന്നെയാണ്. കുഞ്ഞുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും സ്കിന്നൊക്കെ വലിഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്ന കാണും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയത്. അത് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ രാവിലെ കുളിക്കുന്ന സമയത്തൊന്നും ശരീരം തലയിലും മേലെല്ലാം തേച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ സാധാരണ സോപ്പൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പയറുപൊടി എന്തെങ്കിലും ഉപയോഗിച്ച് കുളിപ്പിക്കാം. അപ്പോൾ അത് സ്കിൻ എപ്പോഴും നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതേപോലെ തന്നെ ഈ നമ്മുടെ കറുപ്പൻ അതുപോലുള്ള അസുഖങ്ങൾ വന്നിട്ടോ അല്ലെങ്കിൽ വരാതിരിക്കാനോ ഒക്കെ, വന്നിട്ടുള്ളവർക്ക് എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് സ്കിൻ തെളിയും. അതുപോലെ വരാതിരിക്കാനും ഈ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ വളരെ എഫക്റ്റാണ്. നമുക്ക് സ്റ്റാഫുകളുണ്ട്. എൻ്റെ മേൽനോട്ടത്തിലാണെങ്കിൽ പോലും സ്റ്റാഫുകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ അവർ തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്, പാഴ്സൽ അയക്കുന്നത്. അതുപോലെ മിക്സിങ്ങിന് മാത്രം ഞാൻ കൃത്യമായിട്ട് ഒപ്പം നിൽക്കും. അതിനുശേഷം പാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ നമ്മുടെ ജീവനക്കാരത് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പാക്കിങ് സമയത്താണ് നമുക്ക് കൂടുതൽ സ്റ്റാഫ് ഉണ്ടാകുക. അല്ലെങ്കിൽ ഇതാണ് നമ്മൾ റോ മെറ്റീരിയൽ പുറത്തുനിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെയും നമ്മൾ ഈ കെമിക്കൽ ചേരുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ റോ മെറ്റീരിയൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഉറപ്പില്ല എങ്കിൽ നമുക്കിത് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഉറപ്പ്, അതുകൊണ്ട് നമുക്കിത് എത്തിച്ചു തരുന്നവരും ആ ഒരു സത്യസന്ധത നമ്മളോട് പുലർത്തുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. അതുതന്നെയാണ് നമ്മുടെ ഒരു വിജയത്തിൻ്റേത്. അതേപോലെ വിജയത്തിൻ്റെ അടിസ്ഥാനം. അതുപോലെ കസ്റ്റമേഴ്സ്, നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര്
എൻ്റെ ദീർഘായുസിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കൂടുതലും മുസ്ലിംസാണ്. മുസ്ലിംസിനാണ് കെമിക്കൽ ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റാത്തത്. അവർക്കത് ഈ പ്രാർത്ഥനയുടെ സമയത്ത്, നിസ്കാരത്തിൻ്റെ സമയത്ത് ഇത് കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട്. അവർ തന്നെയാണ് ഒരു മേഡം കണ്ണൂർ ഭാഗത്തുള്ളതാണ്. അവർ എനിക്കൊരു വളയാണ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്, സ്വർണ്ണ വള ഡൈ ഇഷ്ടപ്പെട്ടിട്ട്. അവർക്ക് അത്രയും സങ്കടമായിരുന്നു. ഉപയോഗിക്കാൻ പറ്റില്ല, ഹെന്ന പോലും ഉപയോഗിക്കാൻ പറ്റില്ല. ഹെന്ന ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ രണ്ടാമത് അവർ ഉപയോഗിക്കേണ്ടത് നീലിയമരിയാണ്. അത് മണിക്കൂറുകൾ എടുക്കുന്നു ഒന്ന്. അതുപോലെ ആ നീലിയമരി ഇടുമ്പോൾ തലയ്ക്ക് ചൊറിച്ചിലുണ്ട്, അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു അവർ. ശരിക്കും നമ്മളെ വിളിച്ച് കരയാറുണ്ട് ആൾക്കാർ. എങ്ങനെയെങ്കിലും ഇത് വിശ്വസിക്കാമോ, വിശ്വസിച്ചോട്ടെ, അത്രമേലെ ഞാൻ ദുരിതത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കരയുന്നുണ്ട്. റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ കരയുന്നവരുണ്ട്, റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചും കരയുന്നവരുണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു പ്രോത്സാഹനം, അത് അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു അഭിപ്രായങ്ങളും സന്തോഷ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇനിയും ഇത് മുന്നോട്ട് വളരെ ഉയരത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു വീണ്ടും ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു തീർച്ചയായിട്ടും ഉണ്ട്. അത് എന്നെ കൊണ്ട് പറ്റാവുന്നിടത്തോളം നമ്മൾ ചെയ്യും. എവിടൊക്കെ നമുക്ക് ലോകത്തിന്റെ എവിടൊക്കെ ഉപയോഗിക്കാൻ എത്തിക്കാൻ പറ്റും അവിടെ ഇപ്പോഴും ഒരു രാജ്യം പോലും ഇല്ല എന്ന് പറയാം. അവിടെ ഒരു കസ്റ്റമറേ ഉണ്ടാവുള്ളൂ, പക്ഷെ എല്ലാ രാജ്യത്തും നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട്. അതൊരു വളരെ സന്തോഷം, അഭിമാനം ഒക്കെ ഉള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ കേരളക്കരയിലെ നമ്മുടെ മലയാളികളായിട്ടുള്ള ഓരോ വീടുകളിലും നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എത്തിക്കട്ടെ, അല്ലെങ്കിൽ എത്തട്ടെ. ഒരു വീട്ടിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു പാക്കറ്റ് അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. ഉണ്ട്. നമ്മളിപ്പോൾ അടുത്ത് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തുണ്ട്, മെഷീനൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമുണ്ട്. നമ്മുടെ ഒരു മോസ്കിറ്റോ റെപ്പല്ലൻ്റ് ഉണ്ട്, പച്ചല കൊണ്ട് തന്നെ ഒരു കൊതുക് തിരി, അതുമുണ്ട്. കാരണം ഈ നമ്മളെ പകുതി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്ന ഈ മോസ്കിറ്റോ റെപ്പല്ലൻ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. നേരം വെളുത്ത് വരുമ്പോഴേക്കും മുഖം മുഴുവൻ നീരായിരിക്കും, ശരീരം മുഴുവൻ നീരായിരിക്കും. ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഒരു പച്ചല കൊണ്ട് തന്നെ ഉള്ളൊരു നാച്ചുറൽ അതും കൂടെ വരുന്നുണ്ട്. അതെ. ഇനി നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഇപ്പോൾ പുഷ്പവതി മാഡത്തിന്റെ ഇനിയുള്ള ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഈ മനസ്സിലുള്ള ലക്ഷ്യം? എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നതാണ്, നമുക്ക് നാച്ചുറൽ എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ. കാരണം ഇപ്പം ഞാനും ഒരു കസ്റ്റമറാണ്, ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ കസ്റ്റമറാണ് ഞാനും. നമ്മൾ താളിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറുണ്ട്. അത് സ്മെല്ലിന് വേണ്ടി ചേർക്കുന്നതാണെങ്കിൽ പോലും നമുക്കത് പറ്റില്ല. അത് നമുക്ക് അസ്വസ്ഥയുണ്ട്. അത് തലയിൽ ഒരു തവണ ഇട്ടാൽ തന്നെ എപ്പോഴും കണ്ണ് ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും, അതിൽ എത്രത്തോളം നമുക്ക് നാച്ചുറലായിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതിൽ ഓരോന്നോരോന്ന് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം എല്ലാം കൂടെ ഒന്നിച്ചാവില്ല. അപ്പോൾ ഓരോന്നോരോന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. താങ്ക് യു. താങ്കളുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം കാണുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളെ കാണണം, അല്ലെങ്കിൽ ഒരു സ്ഥാപനം കാണണം, അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കാണണം, എന്താണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വല്ല മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിത്വത്തെ നേരിട്ട് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനാണ്. നമ്മുടെ ഇലക്ഷൻ്റെ സമയത്തും അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു തന്നെ നമുക്കൊരു ലെറ്ററൊക്കെ തന്നിരുന്നു. ഈ ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ ആൾ എന്തായാലും നിങ്ങളുടെ യൂണിറ്റ് സന്ദർശിക്കും, വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും കാത്തിരുന്നു. 2-3 ദിവസം വരുമ്പോൾ നമ്മളോട് അവർ പറഞ്ഞു. പക്ഷേ ആൾ വന്നിട്ടില്ല, തിരക്കാണല്ലോ, വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സ്കൂളിലൊക്കെ വന്നിരുന്നു. ഇത് തൊട്ടപ്പുറത്താണ്, ഒരു മതിലിൻ്റെ അപ്പുറത്താണ് ആ സ്കൂള്. അവിടെ വന്നപ്പോഴും ഞങ്ങൾ പ്രതീക്ഷയോടിരുന്നു ഇനിയെങ്കിലും ഇതിലൂടെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരു ആഗ്രഹമാണ്, അപേക്ഷയാണ് സുരേഷ് ഗോപി ചേട്ടനെ നേരിട്ടൊന്ന് കാണുക എന്നുള്ളത്. തീർച്ചയായിട്ടും നടക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വിജയത്തിലെത്തി നിൽക്കുമ്പോൾ, ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു വിജയത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പഴയ കാര്യം ഈ ഒരു വിജയത്തിലെത്തി നിൽക്കും നമ്മളെ ഈ ഒരു വിജയത്തിലെത്താൻ അല്ലെങ്കിൽ അതിന് നമ്മളെ പ്രാപ്തമാക്കിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ അവരോട് ആരെങ്കിലും നന്ദിയോ അല്ലെങ്കിൽ കടപ്പാടൊക്കെ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നന്ദി മാതാപിതാക്കളോട് തന്നെയാണ്. അവർ തന്നെയാണല്ലോ എൻ്റെ ഈ ജന്മത്തിന് തന്നെ കാരണം. അതുകൊണ്ട് അവരോട് തന്നെയാണ്. പിന്നെ നമുക്കിത് സത്യസന്ധമായിട്ട് നമുക്കിപ്പോൾ റോ മെറ്റീരിയലാണെങ്കിലും എത്തിക്കുന്ന ആൾക്കാർ, അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊന്നും എൻ്റെ മാത്രം ഇതൊന്നുമല്ല, അറിവോ ഒന്നുമല്ല. നമ്മൾ പലയിടത്തു നിന്ന് കിട്ടുന്ന പല അറിവുകളെയും കൂട്ടി യോജിപ്പിച്ചാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഇതുവരെ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ
ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ ഒരു യൂണിറ്റിലേക്ക് എത്തിയത്. അതിനെന്നെ സഹായിച്ച മൊത്തം എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും അങ്ങനെ എല്ലാവരുമാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇതുവരെ ഇവിടെ എത്തി ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞങ്ങളില്ലേടി നീ ചെയ്യുന്ന ധൈര്യം തരുന്ന കുറേ കൂട്ടുകാരുണ്ട്. അത് 1ാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ചവരാണ്. അവരിപ്പോഴും ഉണ്ട്, ഞങ്ങൾ നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, ഒരുമിച്ച് കൂടാറുണ്ട്. അതുകൊണ്ട് വലിയ സന്തോഷം. എല്ലാവരെയും ഓർക്കുന്നു, എല്ലാവർക്കും നന്ദിയുണ്ട്. അവർക്കറിയാം ഞാൻ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, അവർക്കറിയാം. ഈ സപ്പോർട്ടുകളെക്കാളെല്ലാം വിലയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് തന്നെയാണ്. അവരുടെ എന്താ പറയുക ഫീഡ്ബാക്ക്, അവരുടെ ഓരോ ദിവസവും ഓരോരുത്തരും വിളിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ. കഴിഞ്ഞ ദിവസം കൊല്ലത്തുനിന്ന് ഒരു മേഡം വന്നിരുന്നു, റാബിയ എന്ന പേരിലൊരു മേഡം. അവരിനി അടുത്ത തവണ വരുമ്പോൾ നേരിട്ട് കാണണം, എന്നിട്ട് ഉപയോഗിച്ച ഫീഡ്ബാക്ക് അവർ വീഡിയോ ആക്കി ലോകത്തിനെ അറിയിക്കുന്നു പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ആ മേഡമൊക്കെ പറയുന്നത് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ദീർഘായുസ്സിനാണ്, ഇത് ചെയ്യാനുള്ള ആരോഗ്യം തരണേ ദൈവമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കസ്റ്റമേഴ്സിൻ്റെ ആ പ്രാർത്ഥന തന്നെയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ഫീഡ്ബാക്കൊക്കെ ഇങ്ങനെ ചിലർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഉണ്ട്. അപ്പം അത് പറയുന്നത് നമുക്ക് വേണ്ട, ഇപ്പം എനിക്കെന്താ ഇപ്പം നിർബന്ധം അങ്ങനെ എനിക്കറിയില്ലെങ്കിൽ പോലും ഇതുപോലെയുള്ളവരുടെ ഈ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളുമാണ് എന്ത് വന്നാലും മുന്നോട്ട് എന്നുള്ള ഒരു ധൈര്യത്തിൽ ഞാൻ നിൽക്കുന്നത്. എന്ത് വന്നാലും മുന്നോട്ട്, അത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നമ്മളുടെ ഒരു ബ്രാൻഡിനെ ഈ ഒരു വലിയൊരു മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇനി താങ്കളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? അല്ലെങ്കിൽ ഇത് പുറത്തുനിന്നുള്ളൊരു ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ടീമിന് കൈമാറാനൊക്കെ ഉദ്ദേശമുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? നമ്മൾ പലരും പറഞ്ഞു തരുമോ എന്ന് വിളിക്കുന്നുണ്ട്, പറഞ്ഞു തരുമോ അല്ലാതെ ചോദിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. ഞങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, നിങ്ങൾ മാത്രം ഉപയോഗിച്ചപ്പോഴെങ്ങനെയാ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അത് എൻ്റെ അറിവാണ്. അപ്പൊ അറിവിനെ ആർക്കെങ്കിലും നല്ല രീതിയിൽ, അതായത് എൻ്റെ ആഗ്രഹം ഇതേ ഉള്ളൂ, ഇതുപോലെ തന്നെ ഭാവിയിലും ഈ ക്വാളിറ്റി, അതായത് കെമിക്കലുകൾ നമുക്ക് ഒരുപാട് ഓഫർ വരുന്നുണ്ട്. കെമിക്കൽ ചേർത്ത് ആ രാജ്യത്ത് ആ നാട്ടിൽ ചെയ്യാം, ഈ സ്റ്റേറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓഫർ വരുന്നുണ്ട്. ഞാനതൊന്നും കൈക്കൊണ്ടിട്ടില്ല. അതേപോലെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ തയ്യാറുള്ള ആര് വന്നാലും നമുക്കത് അങ്ങനെ ഒരാൾക്ക് കൊടുക്കും. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന എൻ്റെ ഡിമാൻഡ് പാലിച്ചുകൊണ്ടായിരിക്കണമെന്ന് മാത്രം. തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ കൂടി ആരെങ്കിലും എത്തട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. അച്യുത് വേദിക്കാന്റെ നാച്ചുറൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു സ്ഥാപനത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ പ്രൊഡക്റ്റും നമ്മുടെ പ്രേക്ഷകർ, തീർച്ചയായിട്ടും നമ്മളെ കാണുന്ന ലോകമെമ്പാടും ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാം വളരെ വിശ്വസ്തയോടുകൂടി. വളരെയധികം നന്ദി പുഷ്പവല്ലി മാഡം, താങ്കളുടെ ഒരു ചിന്തയും അല്ലെങ്കിൽ താങ്കളുടെ ഓരോ പ്രവൃത്തിയും ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിനുവേണ്ടി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഒരുപാട് പേർക്ക് ആശ്വാസകരമായി മാറട്ടെ, അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമായി മാറട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം അല്പസമയം പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.